മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബാഡ്ജസ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഫോം ഷീറ്റ് വെച്ചിട്ടുള്ളതും ഒന്ന് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടുള്ളതുമായിരുന്നു. ഫോം ഷീറ്റ് വെച്ചിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ചും ഗ്രീനും അതുപോലെ തന്നെ വൈറ്റ് ഗ്ലിറ്റർ പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. ഇത് രണ്ടും, അതായത് ഓറഞ്ചും ഗ്രീനും ഫോം ഷീറ്റും വൈറ്റ് ഗ്ലിറ്റർ ഷീറ്റുമാണ് കേട്ടോ. അതായത് ഫോം അല്ല, സാധാരണ സ്റ്റിക്കർ ഷീറ്റാണ്. അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറോ ഡ്രസ്സിന് ഉപയോഗിക്കുന്ന ടാഗ് പെയിൻറ്റ് ചെയ്തെടുക്കുകയോ അങ്ങനെ എന്ത് ഓൾട്ടർനേറ്റീവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വൈറ്റ് എത്ര വലുപ്പമാണ് നമുക്ക് ബാഡ്ജിന് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു 7 സെൻറ്റിമീറ്റർ ലെങ്ത്തിലും അതുപോലെ തന്നെ 4.5 സെൻറ്റിമീറ്റർ വീതിക്കുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഗ്രീനും ഓറഞ്ചും കട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 4.5 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1.5 ആണ് കിട്ടുക. അപ്പോൾ 1.5 വീതിക്ക് വേണം നമ്മൾ ഓറഞ്ചും ഗ്രീനും കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വൈറ്റ് ഗ്ലിറ്റർ പേപ്പർ ഇതേ വലുപ്പത്തിൽ ഒരെണ്ണം കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫസ്റ്റത്തെ ഗ്ലിറ്റർ പേപ്പറിലേക്ക് ഈ 2 ഫോം ഷീറ്റുകൾ ഓറഞ്ചും ഗ്രീനും ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ വൈറ്റ് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് അതൊന്ന് മടക്കി അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് സേഫ്റ്റി പിൻ വെക്കാനായിട്ടാണ് ഈ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സ്ലിറ്റ് ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് സേഫ്റ്റി പിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷീറ്റ് മറ്റേ വൈറ്റ് ഷീറ്റിൻ്റെ പുറകു വശത്തേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത് അശോക ചക്രയാണ്. അത് നമുക്ക് വൈറ്റ് ഗ്ലിറ്റർ പേപ്പറിൽ തന്നെ ഒരു സർക്കിൾ കട്ട് ചെയ്തിട്ട് അതിനകത്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു അശോക ചക്രം നമുക്ക് ഫ്ലാഗിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ബാഡ്ജ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് ബാഡ്ജ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഡബ്ബയുടെ അടപ്പെടുക്കുന്നുണ്ട്. എന്ത് അടപ്പ് വേണമെങ്കിലും എടുക്കാം, ഏത് സൈസിന് വേണമെങ്കിലും എടുക്കാം. ഇനി എയർ ഡ്രൈ ക്ലേ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലേ ആണ്. അപ്പോൾ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോവും. ഓപ്പൺ ചെയ്ത പാക്കറ്റിലുള്ള ക്ലേ ഒക്കെ ഇങ്ങനെ ചെറിയ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഉണ്ടാക്കേണ്ട ബാഡ്ജിൻ്റെ ആ ഒരു വലിപ്പം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു അടപ്പ് സെലക്ട് ചെയ്യാനായിട്ട്. അടപ്പ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ക്ലേ ഈസി ആയിട്ട് അടർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ നമ്മൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ക്ലേ കൊടുക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ക്ലേ എടുത്തിട്ട് ഈ ഒരു ഡബ്ബയുടെ അടപ്പിലേക്ക് വെച്ച് നന്നായി പരത്തിയെടുക്കുക. എല്ലാ സൈഡും ഒരേ തിക്നെസ്സാണ് ഉള്ളതെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെ സൈഡൊന്ന് ജസ്റ്റ് പൊന്തിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു, അതായത് അവിടെ ഒരു കർവ് വരുന്ന പോലെയാണ് ഈ ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അടപ്പ് എടുത്തത്. എല്ലാ അടപ്പിലും ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇതിൽ നിന്ന് അടർത്തി മാറ്റാം. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. സൈഡ്സ് ഒന്നും സ്മൂത്ത് ആവില്ല. അപ്പോൾ നമുക്ക് വെള്ളം വെച്ചിട്ടൊന്ന് സ്മൂത്താക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സേഫ്റ്റി പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സേഫ്റ്റി പിൻ അറ്റാച്ച് ചെയ്യാനായിട്ട് സേഫ്റ്റി പിൻ കറക്റ്റായിട്ട് ബാക്കിലൊന്ന് വെച്ചിട്ട് ഒരു ചെറിയ ബോൾ ക്ലേ കൂടി എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ആ റൗണ്ടിലേക്ക് ഇങ്ങനെ അലിയിപ്പിച്ച് വെള്ളം വെച്ച് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും. നമുക്കിത് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു നൈറ്റാണ് ഞാൻ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചത്. എന്നിട്ട് മുഴുവനായിട്ട് ഡ്രൈ ആയിട്ടില്ല. പക്ഷേ ഈ ഒരു ഭാഗത്തിലാകുമ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫ്ലാഗിൻ്റെ കളേഴ്സിൽ പെയിൻറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ഏത് കളർ ക്ലേ ആണെങ്കിലും ബേസ് കോട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ബേസ് കോട്ട് വൈറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഓറഞ്ച് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു OHP പെൻ വെച്ചിട്ട് അശോക ചക്ര വരച്ചു കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്തിരി കൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് സൈഡിൽ ബ്ലാക്ക് സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.